ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. കുറ്റിക്കലച്ഛനാ. അച്ഛൻ എന്നോട് ചോദിക്കുക, എന്തിനാ മോള് കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മേമയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടം വരിക, അതുകൊണ്ടാണ് കരയണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൊടിപടലങ്ങൾ കലർന്ന, അല്ലെങ്കിൽ കുറേ പേര് മുറുക്കി വായൊക്കെ ചുമന്നിരിക്കുന്ന, കണ്ടു കഴിഞ്ഞാൽ അരികത്തേക്ക് ചെല്ലാൻ മടിക്കുന്ന ഒരു രൂപങ്ങൾ. ഞങ്ങൾ അവരുടെ എല്ലാം പാദങ്ങൾ ചുംബിച്ചപ്പോൾ സത്യത്തിൽ വലിയൊരു ദൈവാനുഭവമായിരുന്നു. അച്ഛൻ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ ആവശ്യമായ ശുശ്രൂഷകൾ നടത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വെറും 13 വയസ്സുള്ളൊരു ബാലനായിരുന്നു അത്. കുറ്റിക്കലച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള മാതാവ് കർമ്മല മാതാവാണ്. സാന്തോം ബസിലിക്ക വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ സഭാവസ്ത്ര സ്വീകരണം. സഭാവസ്ത്രം സ്വീകരിച്ചതിന് ശേഷം വരുന്നത് അഭിനന്ദന പ്രവാഹങ്ങൾ, കുറേ പേര് കാണുന്നു. പക്ഷെ ഞങ്ങൾ ആ അൾത്താരയിൽ നിന്ന് അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയത് ആ തെരുവിൽ നിന്ന് കടന്നു വന്ന കുറേ മനുഷ്യർ, വയ്യാത്തവരുണ്ട്, കാല് വയ്യാത്തവർ, കൈ വയ്യാത്തവർ, അങ്ങനെ തെരുവിൽ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന കുറേ പേരെ അരികിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ദിവ്യ മണവാളൻ്റെ മണവാട്ടികളായി മാറി, ദിവ്യ മണവാളൻ്റെ മക്കളെ നിങ്ങൾക്ക് കാണണ്ടേ, അത് നിങ്ങളുടെ തന്നെ മക്കളെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള കുറേ പേര് അവിടെ കസേരകൾ ഇരുത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇവരുടെയൊക്കെ പാദം ചുംബിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൊടിപടലങ്ങൾ കലർന്ന, അല്ലെങ്കിൽ കുറേ പേര് മുറുക്കി വായൊക്കെ ചുമന്നിരിക്കുന്ന, കണ്ടു കഴിഞ്ഞാൽ അരികത്തേക്ക് ചെല്ലാൻ മടിക്കുന്ന ഒരു രൂപങ്ങൾ. ഞങ്ങൾ അവരുടെ എല്ലാം പാദങ്ങൾ ചുംബിച്ചപ്പോൾ സത്യത്തിൽ വലിയൊരു ദൈവാനുഭവമായിരുന്നു. സഭാവസ്ത്ര സ്വീകരണ ശേഷം ഡൽഹിയിലാണ് ആദ്യത്തെ ശുശ്രൂഷ ആയിരുന്നത്. നമുക്ക് അൽമായരായിട്ടുള്ള സഹോദരങ്ങൾ കുറേ പേരുണ്ട്, കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെയും അവരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു ലവ് ഫെസ്റ്റ് ക്യാമ്പ് നടത്തണമെന്ന് പറഞ്ഞു. അത് സ്നേഹോത്സവം. ഡൽഹിയിൽ ആ സമയത്ത് നല്ല തണുപ്പുള്ള സമയമാണ്, ഡിസംബർ മാസം. അച്ഛൻ ഡേറ്റ് തീരുമാനിച്ചു 14, 15, 16 തീയതികളിൽ. അവിടെയുള്ള അൽമായർ ഒന്നടങ്കം അച്ഛനോട് സ്നേഹത്തോടെ പറഞ്ഞു, അച്ഛാ ഈ സമയത്ത് നമുക്ക് നടത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഈശോ എന്നോട് പറയുന്നു ഇവിടെ ഈ സമയത്ത് ലവ് ഫെസ്റ്റ് ക്യാമ്പ് നടത്തണം. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹി കാണുന്നത്, എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അവിടെയുള്ള ഞങ്ങൾ അന്ന് കൂട്ടായ്മ കൂടിയ 50-ലേറെ പേര് അച്ഛനോട് പറഞ്ഞു, സ്നേഹത്തോടെ പറയുകയാണ്, അച്ഛാ നടക്കില്ല, അത് ശരിയാവില്ല എന്ന് പറയാം. അച്ഛൻ പറഞ്ഞു, നടന്നേ പറ്റൂ. അച്ഛൻ വാശി പിടിക്കുന്ന പോലെ. ഞാനിതെല്ലാം ആദ്യമായിട്ട് അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലവ് ഫെസ്റ്റ് ക്യാമ്പിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, കൊളംബസ് സ്കൂളിൽ ഒരു ഹാള് ക്രമീകരിച്ചു. കുറച്ച് പേര് ഇവരെ സ്വീകരിക്കാൻ നിൽക്കുന്നു, കുറച്ച് പേര് കുളിപ്പിക്കാൻ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് പേര് ഇവർക്ക് വേണ്ടി കലാപരിപാടികൾ, കുറച്ച് പേര് ഇവർക്ക് ആവശ്യമായ നഴ്സിംഗ് ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു. ആ ഒരു സമയത്ത് അന്ന് ഞാൻ ഓർക്കുന്നു, ഒരു വ്യക്തിയെ കിട്ടി. എത്ര പ്രായമുണ്ടെന്ന് നമുക്കറിയില്ല, അസ്ഥി പോലെയായിരുന്നു, എല്ലാം തോലുമായിരുന്നു. അപ്പം അച്ഛൻ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ ആവശ്യമായ ശുശ്രൂഷകൾ നടത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വെറും 13 വയസ്സുള്ളൊരു ബാലനായിരുന്നു അത്. തെരുവിൽ കിടന്ന് ഭക്ഷണമില്ലാതെ, വെള്ളം ഇല്ലാതെ, എല്ലാം തോലുമായതാണ്. അവനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമുക്ക് തിരിച്ചു കിട്ടി. ഞാൻ ചിന്തിക്കാൻ, ഒരു ദിവസമെങ്കിലും അന്ന് വൈകിയിരുന്നെങ്കിൽ ആ മകൻ മരിച്ചു പോകുമായിരുന്നു. ഒരു വ്യക്തിയെ കിട്ടിയത് മലമൂത്ര വിസർജനത്തിലായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ എടുത്ത് കുളിപ്പിച്ച് പുത്തൻ വസ്ത്രം ധരിച്ച് ആൺമക്കളുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കാണാൻ ചെല്ലും. ഇദ്ദേഹം എന്നോട് പറയാറുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോരഖ്പൂർ എന്ന സ്ഥലത്ത് എൻ്റെ കൂടെ പഠിച്ച ബ്രദർ വൈദികനായിട്ട് CST സഭയിൽ അവിടെ അംഗം, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. ഇദ്ദേഹത്തെയും കൂടി ഞാനും വേറൊരു അമ്മയും കൂടി ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഭോജ്പൂരി ഭാഷ അറിയുന്ന ഒരു അധ്യാപകനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉൾവഴികളിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു വീടിൻ്റെ മുൻവശത്ത് നിന്നു ഒരു സ്ത്രീ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ഈ 32 വയസ്സുകാരൻ എന്ന് പറയുന്ന ശങ്കർ 6 കുഞ്ഞുങ്ങളുടെ അപ്പനായിരുന്നു. അദ്ദേഹം ജോലി അന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോയതാണ്. അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റിൽ അദ്ദേഹത്തെ വീണുപോയി. അദ്ദേഹം അവിടെ രോഗിയായി കിടന്നു. അപ്പോൾ തന്നെ അവരെല്ലാവരും, എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു ആഘോഷപൂർവ്വമായൊരു സ്വീകരണമായിരുന്നു ഈ മകനും, ശങ്കർ എന്ന ഈ മകനും ഞങ്ങൾക്കും കിട്ടിയത്. ഒരിക്കൽ ഡൽഹിയിൽ ഞാനായിരുന്ന സമയത്ത് ഞാൻ അറിയുകയാണ്, എൻ്റെ അപ്പച്ചൻ്റെ അനുജൻ്റെ ഭാര്യ ബ്ലഡ് ക്യാൻസർ രോഗമാണെന്നുള്ളത്. അതായത് രോഗം നിർണ്ണയിക്കപ്പെട്ടിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നോട് പെട്ടെന്ന് അവർ പറഞ്ഞില്ല വീട്ടിൽ നിന്നൊക്കെ. എനിക്ക് അത്രയും ഒരു ക്ലോസ് ആയിട്ടില്ല. ഞാൻ മേമ എന്നാണ് വിളിക്കുന്നത്. മേമ ഏത് നിമിഷവും മരണമടയാം, എൻ്റെ പേപ്പൻ ഒറ്റയ്ക്കാവും എന്നുള്ളൊരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങി.
ആശ്രമത്തിൻ്റെ ഒരു കുഞ്ഞു മുറിയിൽ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കാനായിട്ട് ഇരുന്നിട്ട് മേമയുടെ ഓർമ്മ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. ഞാൻ വാവിട്ട് കരയും അവിടെ നിന്ന്, എൻ്റെ മേമ്മ മരിച്ചു പോലോ എന്നുള്ളൊരു ചിന്ത എന്നെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. കുറ്റിക്കലച്ഛനാ. അച്ഛൻ എന്നോട് ചോദിക്കുക, എന്തിനാ മോള് കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മേമയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടം വരിക, അതുകൊണ്ടാണ് കരയണേന്ന് പറഞ്ഞു. അപ്പം അച്ഛനോട് പറഞ്ഞു, മേമ സ്വർഗത്തിൽ മാലാകന്മാരുടെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേമ പോയാൽ കുഞ്ഞുങ്ങൾ രണ്ടും തന്നെയാവും, പേപ്പൻ ഒറ്റയ്ക്കാവും, സ്വർഗത്തിൽ മാലാകന്മാർ കുറേ ഉണ്ട് ഈശോയ്ക്ക്, എൻ്റെ മേമ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അച്ഛൻ കുറച്ച് നേരം ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയാം, കൈകൾ രണ്ടും ഉയർത്തി സ്തുതിച്ചോ, മേമയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു അച്ഛൻ അന്ന് പറഞ്ഞത്. കാരണം അത്രമാത്രം മാരകമായ ക്യാൻസറാണ്, രക്ഷപ്പെടാൻ സാധ്യതകൾ തീർത്തും കുറവാണ്. പക്ഷെ ഞാൻ അച്ഛൻ പറഞ്ഞത് വിശ്വസിച്ചു. ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ തുടങ്ങി മേമയെ ഓർത്ത്. ഇന്നും മേമ ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി 10-18 വർഷമായിട്ട് കാനഡയിലാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ ചേച്ചി അവിടെ ടീച്ചറാണ്, ചേട്ടനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നപ്പം എപ്പോഴൊക്കെ അവധിക്ക് വരുന്നോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ദിവസം അവർ കുറ്റിയിലച്ഛൻ്റെ കൂടെ ചിലവഴിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. ചേച്ചി കുറ്റിയിലച്ഛനെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുകയാണ്, ഇവിടെ നിറയെ മൂട്ടയാന്ന് പറഞ്ഞു ഞങ്ങൾ താമസിക്കാൻ. ഞങ്ങൾ രണ്ടാമത് വീട് മാറി അച്ഛൻ, അവിടെയും മൂട്ടയാണ്. ഇനി മൂന്നാമതൊരു വീട് എങ്ങനെയാണ് മാറുന്നതെന്ന് അച്ഛനോട് ചോദിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാരില്ല ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോണിൽ കൂടെ ഇങ്ങനെ മൂട്ട സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞ് കുറേ നേരം വചനം പറഞ്ഞ് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയുന്നത് പിറ്റേ ദിവസം മുതൽ അവിടെ ഒരു മൂട്ടയും പിന്നെ കാണാനില്ല. 1-2 വർഷങ്ങൾക്ക് ശേഷം ചേച്ചി എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടന് ലിവർ സിറോസിസ് എന്ന് പറയുന്നു, ഡോക്ടർ സാധ്യതയുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഏകദേശം ചേട്ടന് നല്ലൊരു രോഗമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വാവിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ എല്ലാ കാര്യങ്ങളും കുറ്റിക്കലച്ഛനോടല്ലേ പറയുന്നത്, അച്ഛനോട് വിളിച്ച് പറയാൻ പറഞ്ഞു. എനിക്കും ഭയങ്കര സങ്കടമായി. ഞാനിങ്ങനെ ഓർത്തു, ചെറുപ്പക്കാരിയായ എൻ്റെ ചേച്ചി അവിടെ, കുഞ്ഞുങ്ങൾ തീരെ ചെറുത്, ചേട്ടന് വയ്യാണ്ട് എന്തെങ്കിലും വന്ന ചേച്ചി എന്ത് ചെയ്യും, അവിടെ നമുക്ക് മറ്റു ബന്ധുക്കളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി എന്തായാലും കുറ്റിക്കലച്ഛനെ വിളിക്കുന്ന സമയത്ത് കുറ്റിക്കലച്ഛൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിൽ നിന്ന് കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേച്ചി വിളിക്കുന്ന ആ ഫോൺ എടുക്കാൻ ഒരു പ്രേരണ കിട്ടിയെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അച്ഛൻ 1/2 മണിക്കൂർ ഫോണിൽ കൂടെ സംസാരിച്ചു. 2 ദിവസത്തിന് ശേഷം 2 ടെസ്റ്റ് ചെയ്യാൻ പോയി, ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞത്. ഞാൻ ഒരു വലിയ സഹനത്തിലൂടെ കടന്നുപോയി, തീർത്തും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അനുഭവം. ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം എന്നെക്കുറിച്ച് പറയപ്പെടുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. എൻ്റെ മനസ്സ് ഒത്തിരി തകർന്നു പോയൊരു നിമിഷമായിരുന്നു അത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരയുകയാണ്. അച്ഛൻ പറയുകയാണ്, ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ ചെന്നതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു ആത്മീയ പിതാവിൽ നിന്ന് മാത്രമേ, ദൈവകൃപ നിറഞ്ഞൊഴുകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഇങ്ങനൊരു മറുപടി കിട്ടുകയുള്ളൂ ഞാൻ ഇന്നും ചിന്തിക്കുകയാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.